ഫേവറേറ്റ് സോങ് പാട്ട് മുഴുവൻ എഴുതണ്ട ചരണം എത്തിയപ്പോഴും ഏതാ ചേച്ചിയുടെ ഫേവറേറ്റ് പാട്ട്? പറ മനസ്സിലാട്ടെ എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പാട്ട്. എന്നാ ചേട്ടൻ ഏതാ എഴുതിയെന്ന് പറയും. യാത്രയായി സൂര്യാമൃതം. ഏതോ എനിക്കേതാ പാട്ട്? ഗംഗയോ ഗംഗ പാടില്ലേ? ഞാനിപ്പോ റോഡിലിരുന്നിട്ട് അതാണല്ലോ പാടുന്നത്. എല്ലാം പാടാറുണ്ട്. അത് ഇവിടെ മുന്നിൽ പാടിക്കൊടുക്കാറുണ്ട്. അവള് ഗംഗയെന്ന് കേട്ടിട്ടില്ല. മൂക്ക് ഗംഗയായിരുന്നറിയാം. ഡാഡ ഇതുവരെ ഗംഗയെ പാട്ട് പാടിയിട്ടുണ്ടോ? ഇല്ല. ചേട്ടന്റെ ഇഷ്ടമില്ലാത്ത ഹാബിറ്റ് ചേച്ചി എഴുതണം, ചേച്ചിയുടെ ഇഷ്ടമില്ലാത്തൊരു ഹാബിറ്റ് ചേട്ടൻ എഴുതണം. ഇത് ഓണർ പോകുന്നതാണ്. ചേച്ചിയുടെ എന്തായിരിക്കും ചേട്ടന് ഇഷ്ടമില്ലാത്ത സ്വഭാവം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒരു 30 പേജിൽ ഞാൻ ഇപ്പൊ എഴുതരാം. ഞാനും ദേഷ്യപ്പെടും പെട്ടെന്ന്. അതായിരിക്കും. ദേഷ്യപ്പെട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പൊതുവെ ഒരു ആൽഫ മെയിലാണ്. പക്ഷേങ്കില് അവൾ ആൽഫ നോക്കിയിട്ടുണ്ട് തരും. എനിക്കങ്ങനെ പൊതുവെ ഇവളെ ഹോൾസെയിലായിട്ട് മൊത്തമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഇവർക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. അതെനിക്ക് എന്റെ തല. ഞങ്ങള് ദുബായിലുള്ള, അയാളുടെ പേര് പറയുന്നില്ല, സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചില സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടിട്ട് അതിന് ഇത്ര പൈസയാണെന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് ചെയ്യുന്ന ചില ആളുകളുണ്ടാവും. അങ്ങനെ ചെയ്തപ്പോൾ ഒരാള് പറഞ്ഞിട്ടാണ് ബൈ ജീവിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഒരു റിവ്യൂവർ, ഞാനൊരു മൂവി റിവ്യൂവറിന്റെ ഒരു സ്പൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് മൂപ്പര് യൂട്യൂബിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ, ബ്രോ ജീവിച്ചു പോയിക്കോട്ടെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. ഭീഷണി സാധാരണക്കാരൊന്നും മാത്രമേ വന്നിട്ടുള്ളൂ. തൃശ്ശൂർ കണ്ണൂർ ചെയ്തപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നെ നാട്ടിൽ വിളിച്ച് നല്ല തെറി വിളിച്ചായിരുന്നു. ഞാൻ തിരിച്ചു വിളിച്ചു. അല്ല, നമ്മളങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് സാധാരണ സ്വഭാവം മാറില്ലല്ലോ. ഇത് ജാത്തിയാരുള്ള തൂത്താ പോലെ എന്നെ ചെയ്ത് വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കുന്നത്. ഒരാള് മോശം നാണമില്ലാത്ത വീഡിയോ ആണെന്നുള്ളടാ നീ ഇടുന്നേ, നിനക്ക് വല്ല മരപ്പണിക്ക് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ മറ്റൊരല്ല, ഇയാൾ മരപ്പണിയല്ല, ഇയാൾ ഇത് കുഴപ്പമില്ല ചെയ്യും എന്ന് പറയുമ്പോഴേ നമുക്കൊരു സന്തോഷം. ഉണ്ടല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. പണ്ട് ഫെമിനിസ്റ്റുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ടേസ്റ്റ് ആണെന്ന് അർത്ഥമില്ല. ഇതിൽ ഞങ്ങളുടെ ഐഡിയോളജി ഇല്ല, ഞങ്ങളുടെ പേഴ്സണൽ ടേസ്റ്റുകളില്ല. ഞങ്ങൾ ഇന്ന് എന്താണോ കാണുന്നത് അതാണ് ഞങ്ങളുടെ വിഷയം. നിങ്ങൾ പ്രൊമോഷൻസ് ചെയ്യുന്നില്ല. അത് നമ്മൾ ശ്രദ്ധിച്ചാല് ചില ആൾക്കാർ ഭയങ്കര പൈസയുള്ളതാണ്, ദാരിദ്ര്യം ആവശ്യത്തിന് വീട്ടിലുണ്ട് അതിനർത്ഥം. പക്ഷേ അതിനർത്ഥം നമ്മളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേടിയുണ്ടാ, ചെയ്യുന്ന ആൾക്കാർ കുറച്ച് കാണും, എല്ലാവരോടും ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. ഞാനൊരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുന്നു, ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചോളൂ. നാളെ അത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയും പിന്നെ വയസ്സായ പിന്നെ അപ്പനെയൊക്കെ കൂട്ടി അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി നിങ്ങൾ പറയും ആ വിജിൽ പറഞ്ഞിട്ടാ അല്ലെ അംബിക പറഞ്ഞിട്ടാ. ഇതെനിക്ക് കേൾക്കാൻ പറ്റില്ല. ഡയറക്റ്റ് ഈ കണ്ടന്റ് ചെയ്ത ആരെങ്കിലും എപ്പോഴെങ്കിലും കോൾ ചെയ്തിട്ടുണ്ടോ? ഞങ്ങള് ദുബായിലുള്ള, അയാളുടെ പേര് പറയുന്നില്ല, നല്ല മനുഷ്യനാണ്. അപ്പം ചില സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ചില സാധനങ്ങൾ വലിച്ചു വാരി ഇട്ടിട്ട് അതിന് ഇത്ര പൈസയാണെന്ന് പറഞ്ഞിട്ട് ഓടി നടന്ന് ചെയ്യുന്ന ചില ആളുകളുണ്ടാവുമായിരിക്കും. അങ്ങനെ ചെയ്തപ്പോൾ ഒരാള് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ബൈ ജീവിച്ചു പോട്ടെ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ്. പിന്നെ ഇവിടുത്തെ ഒരു റിവ്യൂവർ, പിന്നെ ഇപ്പോഴത്തെ അല്ല, ഇച്ചിരി കുറച്ച് പഴയ മൂപ്പര്, ഇപ്പോഴും വളരെ ലൈം ലൈറ്റിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനൊരു മൂവി റിവ്യൂവറിന്റെ ഒരു സ്പൂഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് മൂപ്പര് യൂട്യൂബിൽ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ, ബ്രോ ജീവിച്ചു പോയിക്കോട്ടെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. ഭീഷണികൾ വല്ലതും വന്നിട്ടില്ല? ഭീഷണി സാധാരണക്കാരൊന്നും മാത്രമേ വന്നിട്ടുള്ളൂ. സാധാരണക്കാരിന്ന് വന്നിട്ടുണ്ട്. അവര് തൃശ്ശൂർ കണ്ണൂർ ചെയ്തപ്പോൾ ഒരു സാധാരണക്കാരൻ എന്നെ നാട്ടിൽ വിളിച്ച് നല്ല തെറി വിളിച്ചായിരുന്നു. ഒരു രാത്രി ഒരു 12:30 മണിക്ക് അങ്ങനെ നന്നായിട്ട് തെറി വിളിച്ചു. ഞാൻ തിരിച്ചു വിളിച്ചു. അല്ല, നമ്മളങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് സാധാരണ സ്വഭാവം മാറില്ലല്ലോ. ഇത് ജാത്തിയാരുള്ള തൂത്താ പോലെ എന്നെ ചെയ്ത് വിളിച്ചാൽ ഞാൻ തിരിച്ചു വിളിക്കുന്നത്. പിന്നെ ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകൾ നമുക്ക് അടുത്ത വീഡിയോക്ക് വേണ്ട. അവര് നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ നമ്മളെ നന്നാക്കുന്നതും അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം
ആളുകൾക്ക് ഇഷ്ടമുണ്ട് എന്ന് പറയുന്നത് ആ ഒരു നെഗറ്റീവ് വീഡിയോസ് നെഗറ്റീവ്സും കൂടെ വരും. ചില ആൾക്കാർ പറയില്ല നിങ്ങൾ അങ്ങനെ പറയരുത് എന്ന് പറയുമ്പോൾ ഒക്കെ നമുക്ക് സന്തോഷമാണ്. ഒരാൾ മോശം നാണമില്ലാത്ത വീഡിയോ ആണെന്നുള്ളതാ നീ ഇടുന്ന, നിനക്ക് വല്ല മരപ്പണിക്ക് പോയിക്കൂടെ എന്ന് പറയുമ്പോൾ മറ്റൊരല്ല ഇയാൾ മരപ്പണിയല്ല, ഇയാൾ ഇത് കുഴപ്പമില്ല ചെയ്യും എന്ന് പറയുമ്പോഴേ നമുക്കൊരു സന്തോഷമാവും. ഒരാളുണ്ടല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട്. പിന്നെ അപ്പൊ നിങ്ങൾ ഈ ഓരോ കണ്ടന്റ്സും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഓരോ ദിവസം നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അങ്ങനെ ഇടാറുണ്ട്, നല്ല നല്ല, അതെല്ലാം കോമഡി ആയിട്ട് ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇടുന്ന സംഭവം അത് നിങ്ങളുടെ ഒരു സ്റ്റാൻഡ് ആണോ അതോ ജസ്റ്റ് ഫോർ കണ്ടന്റ് ആണോ നിങ്ങൾ ഇടുന്നത്? അതായത് ഒരു ഐഡിയോളജി പിന്നെ ഫോക്കസ് ചെയ്ത് പോകുന്നല്ല, അല്ല അങ്ങനെയൊന്നുമല്ല. ഇത് ഇതിൽ ഞങ്ങളുടെ ഐഡിയോളജി ഇല്ല, ഞങ്ങളുടെ പേഴ്സണൽ ടേസ്റ്റുകളില്ല. ഞങ്ങൾ ഇന്ന് എന്താണോ കാണുന്നത് അതാണ് ഞങ്ങളുടെ വിഷയം. അല്ലാതെ ഇതിൽ ഭയങ്കരമായിട്ട് ഓർത്ത് പിന്നെ ഭയങ്കരമായിട്ട് ഇപ്പം ഇവിടെ പറയാൻ പാടുന്നതല്ല, പണ്ട് ഫെമിനിസ്റ്റുകളെ കുറിച്ചിട്ട് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ടേസ്റ്റ് ആണെന്ന് അർത്ഥമില്ല. അത് ഞങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തെക്കുറിച്ച് അതിനെ നിങ്ങളൊരു മിറർ പോലെ കാണുക. യഥാർത്ഥത്തിൽ ഇങ്ങനെ നിങ്ങൾ കാണുമ്പോഴെങ്ങനെ, ഒരു തേർഡ് പേഴ്സൺ കാണുമ്പോഴെങ്ങനെയാണെന്ന് നിങ്ങളെ തോന്നിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ അതിൻ്റെ പുറകെ നമുക്ക് അങ്ങനെ ഇന്ന രീതിയിൽ ചിന്തിക്കുന്നവരാണ് ഇവർ, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളുടെ ഒറിജിനൽ ചിന്താഗതി വീഡിയോസിലില്ല. ഒറിജിനൽ കുറേ ചിന്താഗതികൾ ഉണ്ടെങ്കിലും ആ ചിന്താഗതികൾ ആളുകളുടെ മേളിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളൊരു രീതിയല്ല ഞങ്ങൾ. അത് എൻ്റെ വിശ്വാസം അല്ല, എൻ്റെ ഐഡിയോളജി, അത് എനിക്ക് മാത്രം. അത് നിങ്ങളത് ചെയ്യണം, അത് ആക്കണം, അതിന് മാത്രം ഞാൻ നിങ്ങൾക്ക് ചിലവൊന്നും തരുന്നില്ലല്ലോ. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആളോട് ഞാൻ പഠിപ്പിക്കണം നിങ്ങൾ ഇത് ചെയ്യും അത് ചെയ്യും, അങ്ങനെയൊന്നുമില്ല. കണ്ടന്റ് മാത്രം അത്ര മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഒരു കണ്ടന്റ് കാരണം മറ്റുള്ളവർക്ക് കുറച്ച് ഒരു എന്റർടൈൻമെന്റ് ഉണ്ടാവും. നിങ്ങളെ ചീത്ത വിളിക്കാതെ, നിങ്ങളെ വിഷമിപ്പിക്കാതെ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇതൊരു വേറൊരു ഡയമെൻഷനിൽ നിങ്ങൾ കാണുക, ചുമ്മാ കാണുക, വിടുക. ഇഷ്ടപ്പെടാതെ അതിപ്പോൾ എല്ലാ വീഡിയോസൊന്നും അല്ല, ഞങ്ങൾ അത്രേ ഉള്ളൂ. നമുക്ക് എല്ലാ വീഡിയോയും ആളുകൾ ഇഷ്ടപ്പെടണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളുടെ വീഡിയോ തന്നെ ഞങ്ങൾ ഇത്രയും വീഡിയോസ് ചെയ്തിട്ട് പിന്നെ ആ വീഡിയോസ് പിന്നെയും കണ്ട് നിർവൃതി കൊള്ളുന്ന ആളുകളല്ല നമ്മൾ. ചിലത് ഞങ്ങളിപ്പോൾ കാണുമ്പോൾ ഞങ്ങൾ എത്ര വൃത്തികെട്ട വീഡിയോ ആണെന്ന് നമുക്ക് തോന്നും. അതെല്ലാ കാലത്തും എല്ലാവർക്കും തോന്നി. നമുക്കത് തോന്നുന്നുണ്ട്, പുറത്തുള്ള ആളുകൾ എന്തായാലും പറയില്ലേ. അത്രേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് രണ്ടാൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ മലയാളത്തിലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരൊക്കെയാണ്? ഇതേപോലെ കപ്പിൾ ക്രിയേറ്റേഴ്സ്. ഞങ്ങൾ ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് കണ്ടു തുടങ്ങിയത് ഈ മറ്റേ നമ്മുടെ VRA സംഭവം എന്ന് പറഞ്ഞിട്ടൊരു, ഞങ്ങൾ എപ്പോഴും ഒരു VRA സംഭവം ഉള്ള ആ ടീം ചെയ്തത് ഈ പ്രൊമോഷൻസ് ഒന്നും ഇല്ലാതെ, ഒന്നിനും വളച്ചൊടിക്കാതെ. നിങ്ങൾ പ്രൊമോഷൻസ് ചെയ്യുന്നില്ല? അതെ അത് നമ്മൾ ശ്രദ്ധിച്ചാല് പ്രൊമോഷൻസ് ഒരു ബ്രാൻഡിന്റെ പ്രൊമോഷൻസോ ആഡ്സോ ഒന്നും ചെയ്യുന്നില്ല. ഞങ്ങൾക്ക് ഒരുപാട് വരാറുണ്ട്. ചില ആൾക്കാർ ഭയങ്കര പൈസയുള്ള ദാരിദ്ര്യം ആവശ്യത്തിന് വീട്ടിലുണ്ട്, അതിനർത്ഥം. പക്ഷേങ്കിൽ അതിനർത്ഥം നമ്മളെല്ലാം പ്രൊമോട്ട് ചെയ്യുന്നില്ല. പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പേടിയുണ്ടാ, ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് കാണും, എല്ലാവരോട് ചെയ്യരുതെന്ന് പറയുന്നതല്ല. എൻ്റെ ഒരു കോൺസെപ്റ്റിൽ വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യം, ഞാനൊരു റെസ്റ്റോറൻറ്റിനെ കുറിച്ച് പറയുന്നു, ഇവിടെ വന്ന് ബിരിയാണി കഴിച്ചോളൂ. നാളെ അത് കേട്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയും പിന്നെ വയസ്സായ പിന്നെ അപ്പനെയൊക്കെ കൂട്ടി അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നിങ്ങൾക്ക് വല്ലതും പറ്റിക്കഴിഞ്ഞാൽ ഒരു ഫുഡ്, അപ്പം നിങ്ങൾ എന്തായാലും ഒബ്വിയസ്ലി നിങ്ങൾ പറയും ആ വിജില് പറഞ്ഞിട്ടാ അല്ലെ അംബിക പറഞ്ഞിട്ടാ, നിങ്ങൾ പറയില്ലേ? നിങ്ങൾ പറയില്ലേ? ഞാൻ പറയും. എന്നോട് നിങ്ങൾ പറയുന്നു ചേട്ടാ അവിടെ പോയിട്ട് നിങ്ങൾ ഫുഡ് കഴിച്ചോ, അടിപൊളി ഫുഡാണ്, അത് മോശമാണ്, അല്ല എൻ്റെ കുഞ്ഞിന് വയറിന് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ പോയത്. ഇതെനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് നമ്മൾ വേണ്ട, അത്രയും ഇച്ചിരി കുറച്ച് പൈസ മതി. ആഡ്സ് ഒക്കെ ആയാലും ശരിക്കും വലിയ എമൗണ്ട് ഒക്കെ പറയുന്ന ആളുകൾ കാണുമല്ലോ, എന്നിട്ടും ഒരു ആഡ് പോലും ചെയ്യാതിരിക്കുന്ന വെച്ച് കഴിഞ്ഞാല്. അല്ല, ഞങ്ങളുടെ സന്തോഷം ഈ ഒരു പരിപാടി മാത്രമാണ്. നിങ്ങൾക്ക് ആ ഒരു ഇത് ഇടുക, ഫ്യൂച്ചറിലായാലും എടുത്ത് കാണാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അത്രേ ഉള്ളൂ. അത് ഒരു കമോഡിറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് വളച്ചൊടിക്കുക, അതിതാക്കുക, അങ്ങനത്തെ ഒരു പരിപാടികൾ നമ്മൾ ചെയ്യാറില്ല. പേടിച്ചിട്ടാ, എന്തിനാണ് വെറുതെ വേറെ ആളെ ദ്രോഹിക്കുന്നത്? നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ആപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വെച്ചോളൂ. ഞാൻ എന്തിനാ നിങ്ങളോട് പറയേണ്ട ആവശ്യം, നിങ്ങൾ അത് ചെയ്യരുത്, അത് ചെയ്യണം, ചെയ്യില്ല. അപ്പൊ ആരൊക്കെയാണ് ഇപ്പൊ VRA സംഭവം അല്ലാണ്ട് പിന്നെ വേറെ ഏതെങ്കിലും? VRA സംഭവം ഞങ്ങൾ എപ്പോഴും പിന്നെ വളരെ ബഹുമാനത്തോടുകൂടി നോക്കുന്ന ആളുകളാണ്. സ്റ്റാർട്ടിങ്ങിൽ കണ്ടു തുടങ്ങിയ അവരുടെ വീഡിയോസ് കണ്ടിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങൾ തുടങ്ങുന്നത്. പിന്നെ ഇതിലൊക്കെ ബാഗ് ആൻഡ് വൈൻസ് ഉണ്ട്, ആശിഷ് ചഞ്ചല, സോറി അത് അവിടുത്തെ നമ്മുടെ നോർത്തിലോട്ടൊക്കെ. ഇവിടെ നോക്കുമ്പോൾ സഞ്ജു ലക്ഷ്മി ഞങ്ങൾ കാണാറുണ്ട്, ഉപ്പ് കാണാറുണ്ട്, പിന്നെ
കുറെ ഉണ്ടല്ലോ. കരിക്കൊക്കെ പിന്നെ നമ്മൾ അറിയാലോ, കരിക്ക് പിന്നെ നമ്മുടെ എല്ലാവരും കാണാറുണ്ട്. നമ്മൾ പെട്ടെന്ന് പേര് അവരുടെ ചാനലിന്റെ പേര് അറിയാതെ ഞങ്ങൾ എല്ലാവരുടെയും വീഡിയോസ് കാണാറുണ്ട്. പിന്നെ അംബികയ്ക്ക് ആയിരുന്നെങ്കിൽ ഇരുന്ന് കാണും, എല്ലാ കാര്യങ്ങളും കാണും. ടിക്ടോക്കിലായാലും ഇവിടെ പ്രശ്നങ്ങളുണ്ടോ അവിടെ അംബിക പോയിട്ട് അവിടെ ഇരുന്ന് ആ കാര്യങ്ങളൊന്നും അവതരിപ്പിക്കും. പ്രശ്നങ്ങളുണ്ടോ അവിടെ അംബിക ഈ കാര്യങ്ങളൊക്കെ ഒന്ന് അപകൃതിച്ച് ഇതെന്താണ് പ്രശ്നം അതൊക്കെ ഒന്ന് ആലോചിച്ച് അതെന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പാട് പറയും നമുക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ചില ഈ ഗർഭത്തിന്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ അവൾ ആദ്യം എന്നോട് പറയും ഇങ്ങനൊരു സംഭവം നടക്കുന്നത്, ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്, ഒരു 2-3-4 വീഡിയോ. അപ്പൊ നമ്മള് അത് നോക്കുമ്പോൾ ഇവള് പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ അങ്ങനെ ഇപ്പൊ കറന്റ്ലി സോഷ്യൽ മീഡിയയിൽ എന്ത് കോണ്ടന്റ് ആണ് കറങ്ങുന്നത് അത് ഞാൻ നോക്കും, എന്നിട്ട് ഞാൻ പറയും. ഞാൻ ഇതേപോലെ നിങ്ങളുടെ വീഡിയോയില് ഒരു വീഡിയോ കാണി ഞാൻ ചിരിച്ചു പോയത്, മറ്റേ ഫ്രണ്ട്സ് സിനിമയുടെ റെഫറൻസ് പറഞ്ഞല്ലേ, അജിത്ത് വരെ എനിക്ക് ഇപ്പോഴാ മനസ്സിലായത് ഞാൻ മീനയുടെ സൈഡാന്ന്. റിയൽ ലൈഫിലും അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ ചേട്ടന്? ഫ്രണ്ട്സ് ഇപ്പൊ എനിക്കൊന്ന് എല്ലാ ഭാര്യമാർക്കും ഫ്രണ്ട്സിനോട് ഒരു ചെറിയൊരു താല്പര്യക്കുറവുണ്ടായേക്കാം. അതെ, എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പൊ ദൈവം സഹിച്ച് വളരെ കുറച്ച് ഫ്രണ്ട്സായി. അല്ല അങ്ങനല്ല പറയുന്നത്, ഫ്രണ്ട്സ് ഉണ്ട്. ഒരു പടം ഉണ്ടായിരുന്നല്ലോ ബിജു മേനോന്റെയും പിന്നെ ലാലിന്റെ ഒരു പടം, ഭയങ്കര ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നത്. ഏകദേശം അതുപോലൊക്കെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു എനിക്ക്. ഏകദേശം ലാലിനെ പോലെ കാണാനുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോഴ് അങ്ങനെ ഒരു, പക്ഷെ ഈ അജിത്തിനെ പോലല്ല അല്ലാതെ ഉണ്ടായിരുന്നു. അജിത്ത് ശരിക്കുള്ള അജിത്ത്, റിയൽ ലൈഫിൽ അജിത്ത് ഉണ്ടോ? അജിത്ത് എന്ന് പറഞ്ഞ ആളുണ്ടോ? അജിത്തുണ്ട്, പക്ഷേ ഇത് ഇയാളാണെന്ന് പറയാൻ പറ്റില്ല. അല്ല ഞമ്മടെ ഇവൾക്കും അങ്ങനെ ഭയങ്കര ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഭയങ്കര വലിയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവര് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവര് ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഭയങ്കരമായിട്ട് പിന്നെ എന്താ പറയുക, ഒരു ടീം, ഒരു ബെൽറ്റ് എന്നൊക്കെ പറയില്ല, ഒരു കോക്കസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അറിയില്ല എനിക്ക് ഇവര് തമ്മില് എന്താ ചേച്ചി ഫ്രണ്ട്സ് വരുമ്പോഴത്തേക്ക്. ശരിക്കും ചേച്ചി ഓരോ വൈഫുമാർക്കും ഓരോ പെർസ്പെക്റ്റീവ് ആണല്ലോ. ചേച്ചി ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന എന്തായിരുന്നു? ഫുൾ ടൈം ഇവര് തമ്മിൽ സംസാരിക്കും ഫോണില്. ബാക്കി ഞാനിപ്പോ എന്തെങ്കിലും പറയുന്നത് പോലെ അത് ശ്രദ്ധിക്കാൻ കൂടി ഇല്ല, ഒന്നും ശ്രദ്ധിക്കില്ല. ഞാനിപ്പോ എവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും, അതൊന്നും കേൾക്കില്ല. ഇതിൽ ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ഫോണിൽ ഉണ്ടാവും. അതെനിക്ക് ഇഷ്ടമല്ല. ഇത് സെക്കൻഡ് വൈഫ് ആണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അല്ലല്ല, ആദ്യത്തെ ദിവസമൊക്കെ ആണെങ്കിൽ ഇത് നമ്മള് ഫ്രണ്ട് അല്ല ഇതിപ്പോ എപ്പോഴും നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ദേഷ്യം വരില്ലേ? ആദ്യത്തെ 1-2 പ്രാവശ്യം നമുക്ക് കുഴപ്പമില്ല. ഇത് എല്ലാ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷൻ വരും. അതെ. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെ കുറച്ച് 2-3-4 ദിവസം മുമ്പ് സംസാരിച്ച കാര്യം ടോപ്പിക് ഒക്കെ ചേച്ചി ഇങ്ങനെ പിന്നീട് ചോദിക്കാറുണ്ടോ? ചേച്ചിക്ക് ഞാൻ ജനിച്ച തൊട്ടുള്ള കാര്യങ്ങൾ അറിയാം, എന്നെക്കാൾ നന്നായിട്ട് അറിയാം. ചേച്ചി അതൊക്കെ ചോദിക്കും, കണ്ട് നീ ഇങ്ങനെ ചെയ്തിട്ട് ഒരു ദുഷ്ടയാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ചേച്ചി ഒരു മറുപടി കൊടുക്ക് ചേച്ചി. ചേച്ചിക്ക് നല്ല ഓർമ്മശക്തിയാണ്. മറുപടി അർഹിക്കുന്നില്ല. ഞാൻ ഇപ്പൊ പറഞ്ഞ ആൻസേഴ്സ് ചിലപ്പോ എന്നോട് നാളെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ മറന്നു. ചേച്ചി ഒന്നും മറക്കില്ല. ചേച്ചിനോട് ഡയലോഗ് പഠിക്കാൻ പറഞ്ഞാൽ ചേച്ചി പഠിക്കില്ല, പക്ഷെ ഇതൊക്കെ ചേച്ചി ഇങ്ങനെ ബ്ലോട്ടിംഗ് പേപ്പറിൽ അങ്ങെടുക്കും. കഴിഞ്ഞ ദിവസം ഇന്റർവ്യൂവിന് എന്തൊക്കെയായിരുന്നു പറഞ്ഞത് ചോദിക്കും. എല്ലാം നോട്ട് ചെയ്ത് വെച്ചോ. ഇപ്പൊ സംസാരിക്കുന്നതിനെല്ലാം പിന്നെ നല്ല വിശദമായിട്ട് മറുപടി കൊടുക്കണം. നമുക്കൊരു കുഞ്ഞ് സെഗ്മെന്റിലോട്ട് പോയാലോ? സെഗ്മെന്റ്സ് ഒക്കെ ഇഷ്ടമാണോ? അത് സെഗ്മെന്റ് കണ്ടിട്ട് പറയാം. മെമ്മറി ചെക്ക് എന്നാണ് സെഗ്മെന്റിന്റെ പേര്. മെമ്മറി ചെക്ക്. മറ്റേ കല്യാണ ഡേറ്റ് എന്താ പറഞ്ഞു? പറഞ്ഞിട്ടില്ല. നവംബർ 9. അപ്പൊ മെമ്മറി ചെക്ക്. അപ്പൊ നിങ്ങൾ രണ്ടാളും ഫോൺ എടുത്ത് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? നോട്ട്സിൽ കാണാതെ ടൈപ്പ് ചെയ്യണേ, എന്നിട്ട് ലാസ്റ്റ് ശരിയാണോ നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട്ണർ പഠിച്ച സ്കൂൾ 10th. നോക്കുന്നു. 10 പഠിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടി. ഞാൻ അഴീക്കോട് ഹൈസ്കൂൾ. ആണോ? കറക്റ്റ്. ചേച്ചി പഠിച്ച സ്കൂളിന്റെ പേരെന്താ? പള്ളിക്കുന്ന്. പള്ളിക്കുളം ഹൈസ്കൂൾ. കറക്റ്റ് ആണോ? പള്ളി വരെ പള്ളിക്കുളം എന്നാലും കുഴപ്പമില്ല, ഏകദേശം. പള്ളിക്കുളം വേറെ സ്ഥലമുണ്ട്, പക്ഷെ അത് അടുത്താണ്. സ്കൂളിന്റെ പേര് അങ്ങനെയല്ല. പക്ഷെ നമ്മള് സ്കൂളിനല്ലോ സ്നേഹിക്കുന്നത്. ചേച്ചിക്ക് മാത്രം മാർക്ക്, 1 മാർക്ക്. സ്കൂളിന്റെ നെയിമല്ലേ? 10 ഒരു വർഷം മുമ്പ് ഞങ്ങൾ പിന്നെ ഗെറ്റ് ടുഗദറിന് പോയതാ എന്റെ സ്കൂളില്. ഇവളുടെ സ്കൂളിൽ ആർക്കും
പിന്നെ അന്നേരം ഒരു പരസ്പര സ്നേഹമില്ലാത്തതുകൊണ്ട് ഇവര് ഗെറ്റ് ടുഗദർ വെച്ചിട്ടില്ല. എനിക്കറിയില്ല. അടുത്തത് ഫേവറേറ്റ് സോങ്. ഇതെന്തായാലും പറയാൻ പറ്റുമായിരിക്കും. സോങ്. ഈ പാട്ട് പാടാറുണ്ട്? സോങ് എന്ന് കേട്ടപ്പോഴാണ് മോക്കെ ചിരി വരിക. കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട് കാണുമല്ലോ. പാട്ട് മുഴുവൻ എഴുതണ്ട, അതൊരു ചരണം എത്തിയപ്പോഴും. ഏതാ ചേച്ചിയുടെ ഫേവറേറ്റ് പാട്ട്? എന്റെയോ? മനസ്സിന്ന് കേട്ടെ. ഉള്ളിന്ന് വരട്ടെ, ഉള്ളിന്ന് വരട്ടെ. എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പാട്ട് പണ്ട്. യെസ്. ഒന്നുമില്ല, ചേട്ടന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടൊന്നുമില്ല. എനിക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ട്. എന്നാ ചേട്ടൻ ഏതാ എഴുതിയെന്ന് പറയും. യാത്രയായി സൂര്യാമൃതം. അല്ലേ? പാട്ട് ഏതാന്ന് മനസ്സിലായി. നിറത്തിലെ പാട്ടല്ലേ? നിറ സിനിമ പറഞ്ഞപ്പോ നിറം പാട്ട് ഇഷ്ടപ്പെട്ട പടം നിറം. ഇഷ്ടപ്പെട്ട പടം എന്ന് പറയുമ്പോ ആ പാട്ടല്ലേ വരേണ്ടത്? നീ ഏതാ? എനിക്കേതാ പാട്ട്? ഗംഗയോ? ഗംഗ പാടില്ലേ? ഒരു മനുഷ്യന്റെ ഫേവറേറ്റ് സോങ് ആണോ ഗംഗേ ഗംഗേ? ഞാനിപ്പോ റോഡിലിരുന്നിട്ട് അതാണല്ലോ പാടുന്നത്. അല്ല പാടാറുണ്ട്. അത് ഇവിടെ മുന്നിൽ പാടിക്കൊടുക്കാറുണ്ട്. കളിയാക്കിയതാന്ന് മനസ്സിലായിട്ടില്ല. ഗംഗ അല്ല, അവളുടെ എക്സ്പ്രഷൻ കണ്ടോ? ഞാൻ അവള് ഗംഗയെന്ന് കേട്ടിട്ടില്ല. മോക്ക് ഗംഗയായിരുന്നറിയാം. ഡാഡ ഇതുവരെ ഗംഗയെ പാട്ട് പാടിയിട്ടുണ്ടോ? പിന്നെ നിന്റെ മമ്മ എന്താ പറയുന്നത്? ഇവർ രണ്ടാളുടെ മെയിൻ പരിപാടി എന്നെ ഇങ്ങനെ. അല്ല പിന്നെ ഇമ്മാതിരി പോകൃതരല്ല എഴുതി വെച്ചാൽ. ഗംഗ ഒരു സാധാരണ മനുഷ്യൻ പാട്ട് പാടാറുണ്ട്. ഞങ്ങളുടെ വീഡിയോയില് തന്നെ ഒരു ഗംഗയെന്ന് പാടുന്ന ഇപ്പൊ യൂട്യൂബ് ചാനൽ ഞാൻ അടച്ചു മുട്ടുണ്ട് വരും. അതൊക്കെ നന്നായിട്ട് പാടുന്ന ആളല്ലേ പാടണ്ടേ? ഗംഗയെന്ന് ഒരു നാണം ഇല്ലാതെ എഴുതി വെച്ചിട്ടുണ്ട്. ഗംഗേ ഗംഗേ അത് എഴുതി വന്നപ്പോ ഗംഗീന്നുള്ള. പാർട്ട്ണറിന്റെ ഇഷ്ടമില്ലാത്ത ഹാബിറ്റ്. എനിക്ക് കൊറേ ഉണ്ട്. ചേട്ടന്റെ ഇഷ്ടമില്ലാത്ത ഹാബിറ്റ് ചേച്ചി എഴുതണം, ചേച്ചിയുടെ ഇഷ്ടമില്ലാത്തൊരു ഹാബിറ്റ് ചേട്ടൻ എഴുതണം. കൊറേ ഉണ്ടല്ലോ. ഓക്കെ, എന്തായിരിക്കും ചേട്ടന്റെ ഇഷ്ടമില്ലാത്തൊരു സ്വഭാവം ചേച്ചിക്ക്? എന്തായിരിക്കും ചേച്ചി ഇഷ്ടമില്ലാത്ത സ്വഭാവം? ദേഷ്യം. ദേഷ്യം സ്വഭാവം, ഒരു ഹാബിറ്റ്. ഞാൻ ഈ ഫോൺ നോക്കിയിരിക്കും. ഈ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും ഫോൺ അഡിക്റ്റ് ആയിട്ടിരിക്കും. ഫോൺ അഡിക്റ്റ് ആയിട്ട് ഇപ്പൊ മെസ്സേജ് ചെയ്യുക അങ്ങനൊന്നല്ല. ഇപ്പൊ എന്തെങ്കിലും എഴുതിക്കൊണ്ടിരിക്കും. അതിന്റെ അകത്ത് പിന്നെ എന്തെങ്കിലും എഴുതും. ഫോണിൽ സ്പെൻഡ് ചെയ്യും. അതാണോ എഴുതിയേക്കുന്നത്? കറക്റ്റ് ആണോ? എനിക്ക് അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ചേച്ചിയുടെ എന്തായിരിക്കും ചേട്ടന് ഇഷ്ടമില്ലാത്ത സ്വഭാവം? അല്ലല്ല, ചേച്ചി പറയട്ടെ, ആൻസർ പറയട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഒരു 30 പേജിൽ ഞാൻ ഇപ്പൊ എഴുതരാം. ഒന്നുമില്ല. ഞാനും ദേഷ്യപ്പെടും പെട്ടെന്ന്. അതായിരിക്കും. ദേഷ്യപ്പെട്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ഞാൻ പൊതുവെ ഒരു ആൽഫ മെയിലാണ്. പക്ഷേങ്കില് അവൾ ആൽഫ നോക്കിട്ടുണ്ട് തരും. അങ്ങനെ ഒരു സ്വഭാവം ഇല്ലേ? അടിക്കുന്നയോ? അല്ലല്ല, എനിക്ക് ദേഷ്യം വരാറുണ്ട് പെട്ടെന്ന്. പക്ഷെ പറയുന്നത് ഞാൻ അധികം കേൾക്കാൻ നിക്കില്ല. അത് മുന്നേ ഞാൻ ഇത് ഫുള്ള് കേൾക്കാൻ നിക്കൂല. ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോകും. ഇതൊക്കെ അറിയാല്ലേ? ഞാനതൊന്നല്ല എഴുതിയിരിക്കുന്നത്. ഇവള് സ്വന്തമായിട്ടൊന്നും പറയില്ല. ഇവളെല്ലാം ഞാൻ പറയുന്നതെന്ന് പറയും. ഇപ്പൊ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ഫുഡ് കഴിക്കുന്ന വെച്ചാൽ നിങ്ങൾ പറയുന്ന പോലെ എന്നുള്ളത് പറയും. അത് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അവൾക്ക് ഇപ്പൊ ഞാൻ ബിരിയാണി കഴിക്കുന്നോണ്ട് അവള് ബിരിയാണി കഴിക്കണ്ട. മനസ്സിലായി. അവൾക്ക് ഷവർമ ആണെങ്കിൽ ഷവർമ വെച്ചു. ഷവർമ പക്ഷെ കൂടുതൽ കഴിക്കരുത്, കാരണം ആരോഗ്യം വെച്ചിട്ട്. അങ്ങനെ പറയും. നമ്മളെല്ലാം എന്റെ ഇഷ്ടം എന്ന് പറയും. സ്വന്തമായിട്ട് അങ്ങനെ ഒരു ഒപ്പീനിയൻ പറയാതിരിക്കുന്ന ഒപ്പീനിയൻ പറയൊക്കെ ചെയ്യും. നല്ല കലശലായിട്ട് പറയും. പക്ഷെ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ കോഫി കുടിക്കുന്നു. അപ്പൊ അവളോട് എന്തൊരു കോഫി അല്ല എന്നാ കോഫി. ഇല്ല അങ്ങനെയല്ല, കോഫിന്റെ കാര്യത്തിൽ വ്യത്യാസം. കോഫി ഞാൻ കുടിക്കാനാണോ? അല്ല, ഞാൻ ബ്ലാക്ക് ടീ കുടിക്കും. ബ്ലാക്ക് ടീ. മമ്മൂട്ടിയൊക്കെ ബ്ലാക്ക് ടീ കുടിച്ചോണ്ട് നല്ല സുന്ദരനാന്നുണ്ട്. ഇവളും ബ്ലാക്ക് ടീ. അങ്ങനെ ഒരു ചെറിയ സംഭവം ഉണ്ട്. അതേ ഉള്ളൂ ഇഷ്ടമില്ലാത്ത. എനിക്കങ്ങനെ പൊതുവെ ഇവളെ ഹോൾസെയിൽ ആയിട്ട് മൊത്തമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് അങ്ങനെയല്ല, എനിക്ക് പൊതുവെ എനിക്കെന്തോ ഭയങ്കര താല്പര്യം. ഇവള് ഇങ്ങനെ എന്നോട് പറയും എന്നെ ഇഷ്ടമല്ല വേറൊരു പെണ്ണിനെ നോക്കിയെന്ന് പറയും. എനിക്കങ്ങനെ എന്തോ എനിക്ക് ഇഷ്ടമാണ് അല്ലേ? എനിക്കെന്തോ ഇവളെ ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി അടിപൊളി. അടുത്തത് പാർട്ട്ണറിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ നെയിം.
എഴുതിക്കോ. ഇവളിപ്പോ നല്ല പേര് നോക്കിയിട്ട് ഇവളുടെ ഫ്രണ്ടാന്ന് പറയും, ഞാൻ എന്ത് എഴുതി കഴിഞ്ഞാലും. അല്ല, ആദ്യം ചേച്ചി ആൻസർ പറഞ്ഞിട്ട് ചേട്ടന്റെ ആൻസർ കാണിച്ചാൽ മതി. അല്ല, ഞാൻ എഴുതിയില്ല. ചേട്ടനിപ്പോ കൊറേ ഉള്ളത്. ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഓക്കെ, ഞാൻ എഴുതി. ചേച്ചി എഴുതിയോ? ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ജസ്ന. ആണോ? ആദ്യം ചേച്ചി ആൻസർ പറയുന്നോട്ട്. ജസ്ന ആണോ? ഒരു കൊറേ നമ്മളൊരു ഗ്യാങ് ഉണ്ട്, അതില് അവളും കൂടി ഉണ്ട്. ജസ്ന. എന്നാലും ഉദ്ദേശിച്ച പേര് അതെല്ലാം തോന്നുന്നല്ലോ. അല്ല, അങ്ങനെ നീ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ആരും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇന്ത്യ പടി അടക്കും. അവിടെ ഫ്രണ്ട്സ് ഇവിടെ ഉള്ള വീട് കത്തിക്കും അവിടെ. അങ്ങനെയല്ല, ഞങ്ങള് ഈ എഞ്ചിനീയറിംഗിന് നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ. ഒറ്റ വാക്കിലാണ്. അതുകൊണ്ടപ്പോ എനിക്ക് അതിൽ നിന്ന് ഒരാളെ ഇപ്പൊ പറയാൻ പറ്റില്ല. എഞ്ചിനീയറിംഗ് നമ്മുടെ സമയം പോകുന്ന ഒരു പേര് പറയണം. ജസ്ന അതിലുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ മാർക്ക്. ഓക്കെ. ചേട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ആദ്യം ചേട്ടൻ പറ. ഇവളെ എഴുതിയിരിക്കുന്ന പേര് സ്വരൂപ് എന്നായിരിക്കും. ആണോ? അതെ. ഓ, രണ്ടുപേർക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ. അല്ല, ഇവക്ക് മാർക്ക് കൊടുക്കണോ? നമ്മളത് കൊടുക്കാതിരിക്കാൻ വല്ല വഴിയുണ്ടോ? കൊടുക്കാം. അടുത്തത്, റിലേഷൻഷിപ്പ് ആയതിനു ശേഷം ഫസ്റ്റ് ഡേറ്റില് ഇട്ട ഡ്രസ്. ഇഷ്ടമാന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആദ്യമായിട്ട് കണ്ടപ്പോ ഇട്ട കണ്ടോ? അങ്ങനെ കണ്ടിട്ടില്ല. ഇഷ്ടമാന്ന് പറഞ്ഞതിന് ശേഷം കണ്ടിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊന്നും പുറത്തങ്ങനെ പോയിട്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രണയം അങ്ങനെ ഇല്ല കേട്ടോ. ഇതൊരു ദൈവീക പ്രണയമാണ്. അങ്ങനല്ല, ഞങ്ങൾ നിനക്ക് ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തു പോയി. ഇവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് വേറെ ഒരു സ്ഥലം മാറ്റം കിട്ടി. അതിനുശേഷം അങ്ങനെ മീറ്റ്. അല്ല, പിന്നെ ഞാൻ ബോംബെയിലായിരുന്നു കുറെ കാലം. അതിനുശേഷം നിങ്ങളിപ്പോ കണ്ടില്ലേ? ഫോണിലായിരുന്നു സംസാരം. നിങ്ങൾ കാണുമല്ലോ ഒരു ദിവസം വല്ലപ്പോഴും. അങ്ങനെ പക്ഷെ നമ്മള് പരസ്പരം അങ്ങനെയൊന്നും ചെയ്യാറില്ല. അല്ല, അങ്ങനല്ല, പരസ്പരം അങ്ങനെ പുറത്തു പോയി കാണുക അങ്ങനെ ഒന്നുമില്ല. പെണ്ണ് കാണല് പെണ്ണും കണ്ടില്ല. എനിക്കറിയില്ല ഇവളെ. ഓക്കെ. എൻഗേജ്മെന്റിന് ഇട്ട ഡ്രസ്സിന്റെ കളർ അത് പറയാം. അതിന്റെ കളർ പറഞ്ഞാൽ മതി അല്ലേ? അല്ല, ഡ്രസ്സിന്റെ പേരും പറയണം. ഡ്രസ്സിന്റെ പേരെന്താ പറയാ? ഡ്രസ്സിന്റെ പേര് പറയാം. ചേച്ചിയുടെ ഡ്രസ്സിന്റെ കളർ പറ. എന്റേത് റെഡ്. ചേട്ടന്റെ എന്റെ ഏത് കളറാ? ഒരു റോസ് ഗോൾഡിന്റെ ഒരു കളറല്ലേ? കറക്റ്റ് ആണ് ആൻസർ എഴുതിയത്. ലൈറ്റ് പിങ്ക് ജുബ. ലൈറ്റ് പിങ്ക് ആണോ? റോസ് ഗോൾഡ്, ലൈറ്റ് പിങ്ക്, ഒരു അങ്ങനെ ഷിമ്മറി സാധനം. ഞാൻ എഴുതിയിട്ടുണ്ട് സാരി റെഡ്. ഞാൻ ലൈറ്റ് പിങ്ക് ജുബ. കറക്റ്റ്. അതൊക്കെ അറിയാം. പാർട്ട്ണറിന്റെ ഫേവറേറ്റ് ഫുഡ്. ശരിക്കും ഇങ്ങനെയൊക്കെ സെഗ്മെന്റ് വരുമ്പോഴാണല്ലോ നിങ്ങൾക്ക് ഇത്രയും മനപ്പൊരുത്തം ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. തീരെ മനപ്പൊരുത്തം ഇല്ല. അല്ല, ഏകദേശം എല്ലാം കറക്റ്റ് പറഞ്ഞു. ഇതൊക്കെ നടന്ന കാര്യമല്ലേ? ഇപ്പൊ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ഇഷ്ടം. ഇനിയൊക്കെ ഇഷ്ടമാ. ഇവക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. അതെനിക്ക് ഫേവറേറ്റ് ഫുഡ് എന്റെ തല. അയ്യോ, ഫേവറേറ്റ് ഫുഡ് ഷവർമ ഒക്കെ ഇഷ്ടമാണ്. ഷവർമ അതെനിക്കോ? എന്റെ ഫുഡല്ലേ പറഞ്ഞത്? ഷവർമ. എന്താ എഴുതിയത്? ബർഗർ ഇഷ്ട? ബർഗർ ഇഷ്ടം. എന്നാലും ജങ്ക് ഫുഡ് ഇല്ല, മാർക്കൊന്നുമില്ല. ചേട്ടന്റെ ഫേവറേറ്റ് എന്താ? എനിക്ക് നല്ല ബിരിയാണി. നല്ല ബിരിയാണി. നല്ല തലശ്ശേരി ബിരിയാണിയാ? അങ്ങനെയൊന്നുമില്ല, ഞാൻ പാകിസ്ഥാനി ബിരിയാണി. നല്ല ബിരിയാണി. എന്താ എഴുതിയത്? സദ്യ. ഞാൻ ബിരിയാണി ആയിരുന്നു ആദ്യം ഇഷ്ടം, പക്ഷെ സദ്യ ഇത്രക്കും മനപ്പൊരുത്തം ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയുന്നത് അവിടെ എത്തി. സദ്യ ഇഷ്ടം. എനിക്ക് കഴിക്കാറില്ല ഇഷ്ടം. ഇപ്പൊ ബിരിയാണി സദ്യയും കൊടുത്ത സദ്യയാണ് ഇഷ്ടം. കണ്ടോ? മാറ്റിക്കളഞ്ഞ ആൻസർ. ബിരിയാണി മതി. അടുത്തത്, ഫസ്റ്റ് മൂവി തിയേറ്ററിൽ പോയി കണ്ട നിങ്ങള്? അതറിയായിരിക്കും. ഒന്നിച്ച് പറഞ്ഞു. സിനിമയാ? പറഞ്ഞോടോ. ഡോൾഫിൻ ബാർ. ഫേവറേറ്റ് ആക്ടർ? പാർട്ട്ണറിന്റെ ആണേ. അതെ, ഇവളുടെ പാർട്ട്ണറിന്റെ ഫേവറേറ്റ് ആക്ടർ. ഇപ്പോഴത്തെ പറയണോ അല്ല ഇവളെ പ്രേമിക്കുന്ന സമയത്ത് പറയണോ? ഇപ്പോഴത്തെ രണ്ടും എഴുതിക്കോ, ഇപ്പൊ കൺഫ്യൂഷൻ വേണ്ടല്ലോ. എനിക്ക് മോഹൻലാൽ. ഏതാ എഴുതിയത്? മോഹൻലാൽ. ഓ, കറക്റ്റ്. ചേട്ടന്റെ? മോഹൻലാൽ. രണ്ടുപേരും മോഹൻലാൽ. ഏറ്റവും ഞാൻ മാറ്റിയെടുത്ത ഇവളെ ഇടക്കാലത്ത് വേറൊരാളുടെ ഭയങ്കര ഫാനായിരുന്നു. പ്രേമിക്കുന്ന സമയത്താ അയാളെ പോലെ നടക്കാം. മോഹൻലാൽ പറഞ്ഞ അയാളെ പോലെ നടക്കുക, അയാളെ പോലെ ചിരിക്കുക, അയാളെ പോലെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് വേറൊരാളുടെ പൃഥ്വിരാജ്. രാജേട്ടൻ ഫാൻകളായിരുന്നു ആ സമയത്ത്. ഫേവറേറ്റ് മൂവി? ഏതാ ചേച്ചിയുടെ ഫേവറേറ്റ് സിനിമ? ഏതാ? ഞാൻ പറയട്ടാ? ചേച്ചി ആദ്യം പറയണ്ട, അത് കറക്റ്റ് ആണോ എഴുതിയേക്കുന്നത്?
അടിക്കുന്ന സിനിമ വളരെ കുറവ്. ആ കുറച്ചെങ്കിലും ഇഷ്ടമുള്ള ഒരു പടം. കണ്ടത് നിറം. നിറം, ചോക്ലേറ്റ്. ചോക്ലേറ്റ്, എവിടെ പൃഥ്വിരാജിന്റെ അത് അല്ല, അത് ഞാൻ കല്യാണത്തിന് മുന്നേ ലാസ്റ്റ് കണ്ട അവിടെ ഇരുന്നത്. അത് ചോദിച്ചാൽ അത് ഇഷ്ടപ്പെട്ടൂടെ അതിന്? ഇഷ്ടപ്പെടാം, പക്ഷെ ഞാൻ ചോക്ലേറ്റ് അങ്ങനെ റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടൊന്നുമില്ല. എബിയും സോനയും കൊണ്ടുപോയി സാധനം. ചേട്ടന്റെ ഏതാ ഫേവറേറ്റ്? ഞാൻ നരസിംഹ. അയ്യോ സോറി, എന്തായിരുന്നു? ഓ പറഞ്ഞില്ല. ഏതാ ഏതാ ചേട്ടാ? എനിക്ക് ഇന്ന പടം അങ്ങനെ സ്പെസിഫിക് ആയിട്ടില്ല, കുറെ പടങ്ങളുണ്ട്. ഇന്ന പടം എന്നൊന്നും പറയാം. എന്നാലും നരസിംഹം ഉണ്ടോ അതില്? നരസിംഹം ഇഷ്ടമുള്ള പടമാണ്. എന്നാലും ഫേവറേറ്റ് എപ്പോഴും ഇട്ട് കഴിഞ്ഞാൽ കാണാൻ താല്പര്യമുള്ള ഒരു പടം ചിത്രം. ചിത്രം. നരസിംഹം അല്ല, അപ്പൊ അത് തെറ്റി.